കുരുമുളകിന് വരുന്ന എല്ലാ രോഗങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായ ഔഷധം എന്ന് പറയുന്നത് കുമിൾനാശിനി എന്ന് പറയുന്നത് ബോർഡോമിസമാണ്. കുരുമുളകിൻ്റെ നമ്മളെ തിരി കൊഴിയുക, അതുപോലെ മണി കൊഴിയുക, ഇല അഴുകിപ്പോവുക, തണ്ടഴുകിപ്പോവുക, മൂട് ചീഞ്ഞു പോവുക തുടങ്ങിയ കുരുമുളകിന് വരുന്ന എല്ലാ അസുഖങ്ങൾക്കും ഏറ്റവും ഫലപ്രദമായ ഒരു മരുന്ന് തന്നെയാണ് ബോർഡോമിസം. പക്ഷെ ഉണ്ടാക്കുമ്പോൾ ഞാൻ ഈ പറഞ്ഞ കൃത്യമായ അളവിൽ തന്നെ കൃത്യമായ രീതിയിൽ തന്നെ വേണം ചെയ്യാൻ. മില്ലാർഡറ്റ് എന്ന് പറയുന്ന ശാസ്ത്രജ്ഞൻ ഉണ്ടാക്കിയ രീതിയാണ് ഞാൻ പറഞ്ഞത്. ആ രീതിയിൽ ഉണ്ടാക്കും. പല കൃഷിക്കാരും, ഞാനിത് പ്രത്യേകം ആവർത്തിച്ച് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, പല കൃഷിക്കാരും 1 കിലോ തുരിശിന് 3 കിലോ ലൈമും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്, നീറ്റും ഒക്കെ ഉപയോഗിക്കുന്നുണ്ട്. അതൊന്നും തെറ്റാണ്. നമ്മൾ 1% വീര്യത്തിലാണ് ബോർഡോമിസം അടിക്കേണ്ടത്. ആ 1%ൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ കൃത്യമാണ് കണക്ക്. എന്ന് വെച്ചാൽ 100 ഗ്രാം തുരിശിന് 100 ഗ്രാം തന്നെ നീറ്റ് വെക്കുക. അപ്പം നമ്മൾ 100 ലിറ്റർ ഉണ്ടാക്കുകയാണെങ്കിൽ 1 കിലോ തുരിശും 1 കിലോ നീറ്റ് വെക്കാൻ വേണം. പക്ഷേ നീറ്റ് വെക്ക തൂക്കുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതിനകത്ത് വേവാത്ത കക്കയുണ്ടാവാം, കല്ലുണ്ടാവും. ഇതെല്ലാം മാറ്റിയതിന് ശേഷം വേണം തൂക്കാൻ. എങ്കിൽ മാത്രമേ ആ 1 കിലോ കൃത്യമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ആ 1 കിലോ തന്നെ തൂക്കിയെടുക്കണം. അപ്പോൾ 100 ലിറ്റർ ഉണ്ടാക്കണമെങ്കിൽ 50 ലിറ്റർ വെള്ളത്തിലാണ് 1 കിലോ തുരിശ് നമ്മൾ ലയിപ്പിക്കാനുണ്ട്. അപ്പം ഒരു ദിവസത്തിന് മുമ്പ് 50 ലിറ്റർ ഒരു വലിയ ബാരലിനകത്ത് 50 ലിറ്റർ, ഇപ്പം റബ്ബറിനൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമ്മൾ 100 ലിറ്ററൊക്കെ ഉണ്ടാക്കേണ്ടി വരുമല്ലോ. അപ്പം ഒരു ബാരലിനകത്തിൽ 50 ലിറ്റർ വെള്ളം, കൃത്യം 50 ലിറ്റർ വെള്ളം അളന്നെടുക്കുക. അതിലേക്ക് തുരിശ് പൊടിച്ച് ഒരു കിഴിയാക്കി ഇട്ട് വെച്ചേക്കുക, തലേന്ന് ഇട്ട് വെക്കുക. അപ്പോൾ രാവിലെ